ഞാനിന്നൊരു കുഞ്ഞു കഥ പറഞ്ഞു തരാം. കൂട്ടുകാർക്ക് പരീക്ഷയെല്ലാം എളുപ്പമായിരുന്നോ? എല്ലാവരും പരീക്ഷയ്ക്ക് പഠിക്കുന്ന തിരക്കിലാണോ? ഒത്തിരി നേരം പഠിച്ചു കഴിഞ്ഞാൽ ഇച്ചിരി നേരം കഥ കേൾക്കാം. എല്ലാവരും ഓടി വാ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന കഥയുടെ പേരാണ് കിച്ചുവിന്റെ പച്ചക്കിളി. അപ്പോൾ എല്ലാവർക്കും ലിറ്റിൽ സ്റ്റോറീസിലേക്ക് സ്വാഗതം. ഒരിക്കൽ ഒരിടത്ത് കിച്ചു എന്നു പേരായ ഒരു ചേട്ടനുണ്ടായിരുന്നു. കിച്ചു ചെറിയൊരു കുടിലിൽ കാടിനടുത്തുള്ള ഒരു ഗ്രാമത്തിലാണ് താമസിച്ചിരുന്നത്. കിച്ചുവിൻ്റെ വീട്ടുമുറ്റത്ത് ഒത്തിരി മാമ്പഴമുള്ള ഒരു മാവുണ്ടായിരുന്നു. നിങ്ങൾക്ക് മാമ്പഴം ഇഷ്ടമാണോ കൂട്ടുകാരെ? നിങ്ങൾ മാമ്പഴം കഴിക്കാറുണ്ടോ? കഴിക്കുന്ന കൂട്ടുകാരൊക്കെ, ഇഷ്ടമുള്ള കൂട്ടുകാരൊക്കെ ഇതിനടിയിലൊന്ന് കമന്റ് ചെയ്യണേ. കിച്ചുവിൻ്റെ വീട്ടിൽ കിച്ചുവിന് ആരും ഉണ്ടായിരുന്നില്ല. അപ്പച്ചനോ അമ്മച്ചിയോ ചേട്ടനോ ചേച്ചിയോ സുഹൃത്തുക്കളോ ആരും കിച്ചുവിനുണ്ടായിരുന്നില്ല. പാവം കിച്ചു അല്ലേ? കിച്ചു ഒറ്റയ്ക്ക് ആ വീട്ടിൽ താമസിക്കുകയായിരുന്നു. ഒരിക്കൽ കിച്ചു തൻ്റെ മാമ്പഴം മരച്ചവട്ടിലിരിക്കുമ്പോൾ ഒരു പച്ച നിറമുള്ള കുഞ്ഞു ചിറകുള്ള സുന്ദരൻ ചുണ്ടുള്ള ഒരു പച്ചക്കിളിയെ കണ്ടു. പച്ചക്കിളി തളിരുകൾ തിന്നാനും മാമ്പൂ തിന്നാനും വേണ്ടി വന്നതായിരുന്നു. തളിരില എന്താണെന്ന് കൂട്ടുകാർക്കറിയാവോ? മാവിൻ്റെ ഏറ്റവും കുഞ്ഞ നിലയാണ് തളിരില. ഒരുപക്ഷെ തളിരിലയ്ക്ക് നല്ല മധുരമായിരിക്കും അല്ലേ? അതുകൊണ്ടായിരിക്കാം പച്ചക്കിളി അത് തിന്നാനായി വന്നത്. പച്ചക്കിളി അത് കൊത്തി തിന്നാനായി വന്നപ്പോൾ കിച്ചുവിനെ കണ്ടു. കിച്ചു തന്നെ വലയിൽ വീഴ്ത്തുമോ എന്ന് പച്ചക്കിളിക്ക് പേടിയായി. പച്ചക്കിളി കിച്ചുവിൻ്റെ അടുത്ത് ചെല്ലാതെ പാത്തും പതുങ്ങിയും കിച്ചു കാണാതെ തളിരിലയും മാമ്പൂവും തിന്നാൻ തുടങ്ങി. കിച്ചു പച്ചക്കിളിയെ കണ്ടപ്പോൾ പച്ചക്കിളിയോട് കൂട്ടുകൂടണമെന്ന് കിച്ചുവിന് ആഗ്രഹം തോന്നി. അന്നേ ദിവസം പച്ചക്കിളി കിച്ചുവിനെ കാണാത്ത ഭാവത്തിൽ പോയി. പിറ്റേ ദിവസം കിച്ചു ഒരു കുഞ്ഞു കൂടുണ്ടാക്കി അതിനുള്ളിൽ കുറച്ച് വെള്ളവും കുറച്ച് മാവിൻ്റെ തളിരിലയും കുറച്ച് മാമ്പൂവും കുറച്ച് വാഴപ്പഴവും വെച്ചു. പച്ചക്കിളി വന്നപ്പോൾ കുഞ്ഞുകൂട്ടിൽ ഇതെല്ലാം ഇരിക്കുന്നത് കണ്ട് പേടിച്ച് ആ കൂട്ടിനകത്തേക്ക് കയറി അത് കൊത്തിത്തിന്നു. കിച്ചുവിന് സന്തോഷമായി. പിറ്റേ ദിവസവും കിച്ചു ഇതുപോലെ തന്നെ ഭക്ഷണവും കൂട്ടിനകത്ത് വെച്ചു. ആവോളം ഭക്ഷണം കഴിച്ച് വെള്ളം കുടിച്ച് പച്ചക്കിളി പറന്നുപോയി. പിറ്റേ ദിവസവും, എത്രാമത്തെ ദിവസമായി? മൂന്നാമത്തെ ദിവസവും പച്ചക്കിളിയുടെ വരവും കാത്ത് കിച്ചു ഭക്ഷണ സാധനങ്ങൾ കൂട്ടിനകത്ത് വെച്ച് കാത്തിരുന്നു. ഒത്തിരി നേരം കഴിഞ്ഞിട്ടും പച്ചക്കിളിയെ കണ്ടില്ല. പച്ചക്കിളി പറന്ന് വന്ന് കിച്ചുവിൻ്റെ തോളിലിരുന്ന് കിച്ചുവിൻ്റെ ചെവിയിലിരുന്ന് എന്ന് പറഞ്ഞു. എങ്ങനെയാ കൂട്ടുകാരെ പറഞ്ഞത്? കിളിയുടെ കൂടെ കൂട്ടുകാരും ഒന്ന് പറഞ്ഞേ. അങ്ങനെ പറഞ്ഞു. അങ്ങനെ കിച്ചുവും പച്ചക്കിളിയും കൂട്ടുകാരായി. പക്ഷേ പച്ചക്കിളിക്ക് കിച്ചുവിനെ ചെറിയ പേടിയുണ്ടായിരുന്നു. പിറ്റേ ദിവസം പച്ചക്കിളി കൂട്ടിനടുത്തെത്തിയപ്പോൾ കിച്ചു വീട്ടിലുണ്ടായിരുന്നില്ല. കിച്ചു പാലും പഴവും തളിരിലയും മാമ്പൂവും ശേഖരിക്കാൻ കുറച്ചു മാറി നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് കിച്ചു ശബ്ദം കേട്ടു.
തന്റെ പച്ചക്കിളിക്ക് എന്തോ അപകടം പറ്റിയെന്ന് കിച്ചുവിന് മനസ്സിലായി. കിച്ചു ഓടി വന്നപ്പോൾ ഉണ്ട കണ്ണും വെളുത്ത മീശയും കറുത്ത കളറുമുള്ള ഒരു കരിമ്പൂച്ച പച്ചക്കിളിയെ റാഞ്ചാനായി തക്കം പാർത്തിരിക്കുകയാണ്. പച്ചക്കിളി പേടിച്ച് കൂട്ടിനടുത്ത് പതുങ്ങിയിരിക്കുകയാണ്. പൂച്ചയുടെ കൈ പച്ചക്കിളിയുടെ അടുത്തെത്താറായിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടപ്പോ കിച്ചു ഓടി വന്നു പൂച്ചയെ ഓടിച്ചു. കുഞ്ഞുകിളിയെ തന്റെ കയ്യിലെടുത്ത് മാറോട് ചേർത്തു. പച്ചക്കിളിക്ക് സന്തോഷമായി. പച്ചക്കിളിക്ക് മനസ്സിലായി കിച്ചു തന്റെ യഥാർത്ഥ കൂട്ടുകാരനാണ്. ഒരു ആപത്തിലും തന്നെ വിട്ടുകളയാത്ത യഥാർത്ഥ സുഹൃത്ത്. കൂട്ടുകാരെ, ഇതിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന ഗുണപാഠം എന്താണ്? ആപത്തുകളിൽ നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളെ സഹായിക്കുകയും അവരെ സ്നേഹിക്കുകയും വേണം. എങ്കിൽ അവരുമായുള്ള നമ്മുടെ ഫ്രണ്ട്ഷിപ്പ്, നമ്മുടെ സുഹൃത്ത് ബന്ധം കൂടുതൽ ദൃഢമാകും, സ്ട്രോങ് ആകും. ഒരിക്കലും അത് മാറിപ്പോവുകയില്ല. ഇതുപോലെ തന്നെ കുഞ്ഞുകിളികളോടും പക്ഷികളോടും എല്ലാം നമ്മൾ അനുകമ്പ കാണിക്കണം. കിങ്ങിണി പറഞ്ഞ കഥ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ലിറ്റിൽ സ്റ്റോറീസ് എന്ന ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. നാളെ പുതിയൊരു കഥയുമായി